ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നാൽ കഴിയും വിധം ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ഇസ്രായേൽ പ്രതിരോധം പൂർണ്ണമായും പാളിയെന്ന് കാണാൻ സാധിക്കും. ഇറാനും ഇസ്രായേലിനും പുറമെ അമേരിക്കയുടെ സൈനിക താവളങ്ങളും അവരെ സഹായിക്കുന്ന പ്രതിരോധ കേന്ദ്ര സംവിധാനവും തകർക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. ഖത്തറിലെ അൽഖോറിൽ സ്ഥിതി ചെയ്യുന്ന US സ്പേസ് ഫോഴ്സിന്റെ അത്യാധുനിക NFPS 132, അതായത് ബ്ലോക്ക് 5 എന്നറിയപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈൽ ഏർലി വാർണിംഗ് റഡാർ സംവിധാനം ഇറാന്റെ ആക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ട് പുറത്തുവന്നു കഴിഞ്ഞു. ഏകദേശം $110 കോടി, അതായത് ഏകദേശം 10,000 കോടിയോളം രൂപ വിലമതിക്കുന്ന ഈ റഡാർ സംവിധാനം പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ റഡാറുകളിൽ ഒന്നാണ്. പ്ലാനറ്റ് ലാബ്സിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ റഡാർ നിലയത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അൽ ഉദൈദ് എയർബേസിന് വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രത്തിൽ കഴിഞ്ഞ ശനിയാഴ്ചയോടെയാണ് ആക്രമണം നടന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അയത്തുള്ള ഖമീനിയുടെ മരണം ഇറാൻ സ്ഥിരീകരിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഈ കേന്ദ്രം തകർക്കപ്പെട്ടതെന്നും പറയുന്നുണ്ട്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ നടത്തിയ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമായാണ് ആക്രമണം ഉണ്ടായത്. US ഇസ്രായേൽ സംയുക്താക്രമണങ്ങൾക്ക് പകരമായാണ് തങ്ങൾ ഈ കൃത്യതയാർന്ന മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. കുറഞ്ഞ ചെലവിലുള്ള ഷഹീദ് ഡ്രോണുകളോ മിസൈലുകളോ ഉപയോഗിച്ചാണ് പ്രതിരോധ നിരയെ ഭേദിച്ച് ആക്രമണം നടത്തിയതെന്നും കരുതപ്പെടുന്നുണ്ട്. അതായത് അമേരിക്കയുടെ സുപ്രധാന കേന്ദ്രം തകർക്കാൻ ശക്തി കുറഞ്ഞ മിസൈലുകൾക്കും സാധിച്ചതായി പറയുന്നുണ്ട്. ആക്രമണം നടന്ന സ്ഥലത്ത് തകർന്നു വീണ അവശിഷ്ടങ്ങളും തീപിടുത്തമുണ്ടായതിന്റെ അടയാളങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാണ്. മേഖലയിലെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടെല്ലെന്നാണ് സൈനിക വിദഗ്ധർ ഈ റഡാറിനെ വിശേഷിപ്പിക്കുന്നതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയൽ രാജ്യങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് തൊടുത്തുവിടുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ പോലും വിക്ഷേപണ സമയത്ത് തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന 5000 കിലോമീറ്റർ പരിധിയാണ് ഇതിനുള്ളത്. ലോകത്ത് ഇത്തരത്തിലുള്ള 6 റഡാറുകൾ മാത്രമാണ് നിലവിലുള്ളത്. 3 വശങ്ങളിലായി ഘടിപ്പിച്ചിട്ടുള്ള ഇലക്ട്രോണിക്കലി സ്റ്റിയേർഡ് ഫേസ്ഡ് അറേ ഫേസുകൾ വഴി 360 ഡിഗ്രിയിൽ നിരീക്ഷണം നടത്താൻ ഇതിന് സാധിക്കും. ഇത് തകർന്നതോടെ ഇറാന് മേലുള്ള അമേരിക്കയുടെ ശക്തമായ നിരീക്ഷണ സംവിധാനമാണ് തകർന്ന് തരിപ്പണമായത്. ഈ റഡാർ സംവിധാനത്തിന്റെ തകർച്ച US സെൻട്രൽ കമാൻഡിന്റെ പ്രതിരോധ ശേഷിയെയും നിരീക്ഷണ പാടവത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകളെയും ബഹിരാകാശ വസ്തുക്കളെയും നിരന്തരം നിരീക്ഷിക്കുന്ന ഈ സംവിധാനം മിസൈൽ വേദ സംവിധാനങ്ങളായ താഡ്, പേട്രിയറ്റ് എന്നിവയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നതിന് നിർണായകമാണെന്നും പറയുന്നുണ്ട്. റഡാർ പ്രവർത്തനരഹിതമായതോടെ പേർഷ്യൻ ഗൾഫ് മേഖലയിലുടനീളമുള്ള മിസൈൽ പ്രതിരോധത്തിനായുള്ള പ്രതികരണ സമയം ഗണ്യമായി കൂടുമെന്നും കാണാൻ സാധിക്കും. മിസൈൽ മുന്നറിയിപ്പിന് പുറമെ പുതിയ സാറ്റലൈറ്റുകളെയും ബഹിരാകാശ അവശിഷ്ടങ്ങളെയും നിരീക്ഷിക്കുന്ന സ്പേസ് സർവെയിലൻസ് നെറ്റ്വർക്കിന്റെ ഭാഗമായും ഈ റഡാർ പ്രവർത്തിച്ചിരുന്നതായി പ്രതിരോധ വിദഗ്ധർ പറയുന്നുണ്ട്. US സെൻട്രൽ കമാൻഡിന്റെ പ്രധാന കേന്ദ്രമായ അൽ ഉദൈദ് എയർബേസിന് തൊട്ടടുത്തുള്ള ഈ തന്ത്രപ്രധാന കേന്ദ്രം തകർത്തത് വഴി അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും പ്രതിരോധ കവചത്തെ ദുർബലപ്പെടുത്തുകയാണ് ഇറാൻ ലക്ഷ്യമിട്ടത്. മിസൈൽ പ്രതിരോധത്തിന്റെ ആദ്യഘട്ടമായ സെൻസർ പാളിയെ തന്നെ ആക്രമിച്ചത് വഴി US സൈനിക നീക്കങ്ങളുടെ വേഗത കുറയ്ക്കാൻ ഇറാന് സാധിച്ചുവെന്നാണ് വിലയിരുത്തുന്നത്. ഇസ്രായേൽ ഉയർത്തുന്ന ഭീഷണിക്കും അപ്പുറം യുദ്ധത്തിൽ അമേരിക്കയെ പൂർണ്ണമായും പ്രതിരോധിക്കുക എന്നതാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. അതിൽ അവർ പൂർണ്ണമായും വിജയിച്ചുവെന്ന് കാണിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. എന്തായാലും ഇറാൻ ശക്തമായ പ്രതിരോധം തീർക്കുമ്പോൾ മറികടക്കാനുള്ള വഴികൾ തേടുകയാണ് ഇസ്രായേൽ അമേരിക്ക സഖ്യമെന്നും പറയാൻ സാധിക്കും.